ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ലഭിക്കുന്നു. വയനാട്ടിലെ നരഭോജിയ കടുവയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. കടുവ പ്രദേശത്ത് തന്നെ ഉണ്ടെന്നും കടുവയുടെ സാന്നിധ്യം കണ്ടെന്നുമാണ് നോർത്തേൺ CCF CS ദീപ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കാണിക്കാമെന്ന്. CCTVയിലാണ് ഇപ്പോൾ കടുവ പതിഞ്ഞിരിക്കുന്നത്. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഏത് ഭാഗത്തെ CCTV ആണിത്? ആര്യ, ഇതിപ്പോൾ അതായത് പഞ്ചാരക്കൊല്ലിയിലെ കടുവ ആക്രമിച്ച അതായത് പഞ്ചാരക്കൊല്ലിയിലെ ആ ഭാഗത്ത് തന്നെയുള്ള കാട്ടിൽ നിന്നുള്ളൊരു ഭാഗത്തെ CCTV ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഭാഗത്ത് ഇന്നലെ തന്നെ ക്യാമറ വെച്ചുള്ള പരിശോധനകളെല്ലാം ആരംഭിച്ചിരുന്നു. പക്ഷേ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് നിലവിൽ ഇപ്പോൾ ആരംഭിക്കാത്തത്. ഇന്നലെ വെച്ച ക്യാമറകളുടെ അതും കുറച്ചു കഴിഞ്ഞതിന് ശേഷം പരിശോധിക്കുന്നുമുണ്ട്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യം ഉപയോഗിച്ച് ഇത് നമ്മുടെ തന്നെ വനം വകുപ്പിന്റെ ഇതിലുള്ളതാണോ എന്ന പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിലിപ്പോൾ നടത്താൻ പോകുന്നത്. അങ്ങനെ നടത്തിയാൽ തന്നെ ഇത് ഏത് ഡാറ്റാബേസിലുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. അതിൽ തന്നെ ഈ കടുവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അതോ ഏത് കടുവയാണ്, പ്രായമുള്ള കടുവയാണോ, ആ രൂപത്തിലുള്ള പരിശോധനകളൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാകും. അതുമാത്രവുമല്ല, ഈ കടുവ തന്നെയാണോ ആക്രമിച്ചത് എന്നുള്ള കാര്യവും ഒരു പക്ഷേ ഏകദേശം ഇവർക്ക് ഉറപ്പിക്കാനാവുമെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്ന ഒരു കാര്യം. എന്തായാലും കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് നേരത്തെ ഒരു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള രഞ്ജിത് കുമാർ നമ്മളോട് പങ്കുവച്ചിരുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ ഈ ആക്രമണം നടന്നതിന് സമീപത്തൊരു കാടുണ്ട്, ആ കാട്ടിൽ കടുവയുണ്ട്, ആ സാന്നിധ്യം നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. പക്ഷേ ഈ ആടിനെ ഇരയാക്കി വെച്ചിട്ടുള്ള കൂടിനടുത്തേക്ക് ഇന്നലെ രാത്രിയിലൊന്നും കടുവ എത്തിയിട്ടില്ല. എന്നാൽ ഈ കൂട്ടിലേക്ക് കടുവ എത്തുമെന്നൊരു പ്രതീക്ഷയും ഇവർ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ CCTVയിൽ ഈ കടുവയുടെ ദൃശ്യം വന്ന സാഹചര്യത്തിൽ ദൃശ്യം ലഭിച്ച സാഹചര്യത്തിൽ എന്തായാലും സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് വനം വകുപ്പ്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കൂടി ലഭിക്കുന്നതോടുകൂടി ആ പ്രദേശത്ത് ഇപ്പോഴും കടുവ ഉണ്ട്, കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് വനംവകുപ്പിന്. ഇന്ന് വൈകിട്ടോടുകൂടി ഡോക്ടർ അരുൺ സക്രയും ടീമും അവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ കടുവയെ പിടികൂടാനുള്ള ആക്ഷൻ പ്ലാൻ അത് എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുക. മലയോര മേഖലയിൽ മുഴുവൻ വലിയ ആശങ്കയാണ്. വയനാട്ടിലെ മാത്രം സ്ഥിതിയല്ല, പാലക്കാട് നിന്നും വന്യമൃഗശല്യത്തിന്റെ വാർത്ത തന്നെയാണ് വരുന്നത്.